നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. വീട്ടിലെ ലക്ഷ്മി വാസം വർദ്ധിച്ചു വരാനും വീട്ടിലെ ഐശ്വര്യവും സമൃദ്ധിയും കൈവരാൻ വേണ്ടിയിട്ടും നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നിലവിളക്ക് ഗുണത്തിന് വേണ്ടി തെളിയിച്ചിട്ട് ചില ദോഷങ്ങൾ കൂടി വരുത്തി വയ്ക്കുന്നവരുണ്ട്. കാരണം ശുഭത്വമുള്ള ഒരു കാര്യമാണ് നിലവിളക്ക് പ്രദാനം ചെയ്യുന്നതെങ്കിലും അത് മോശമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് അത്ര കണ്ട് നല്ലതല്ല. അതായത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കത്തി ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് തന്നെ നമ്മുടെ ശരീരഭാഗത്ത് കയറി കൊണ്ടു കഴിഞ്ഞാൽ മുറിവുണ്ടായി നമുക്ക് വേദനകൾ സമ്മാനിക്കും. അതുപോലെ തന്നെ നിലവിളക്ക് കൃത്യമായ രീതിയിൽ യഥാവിധിയായിട്ട് ആചാരപരമായിട്ട് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഊർജം ഗുണങ്ങളെ നമുക്ക് സമ്മാനിക്കുമ്പോൾ നമ്മൾ ഒന്നിലധികം തവണ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും വന്നുകൂടാറുണ്ട്. അപ്പോൾ പലരും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് ചില തെറ്റുകൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവാറുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവില് നമ്മുടെ വിളക്ക് തെളിയിക്കുമ്പോൾ ഉണ്ടാകുന്ന 10 തരം തെറ്റുകളെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങളിപ്പോൾ ചെയ്തു പോരുന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളത് തിരുത്തിയാൽ മാത്രം മതി. അല്ലാതെ വേറെ പുതുതായിട്ട് അതിന് ക്ഷമാപണമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ ആ തിരുത്തു വരുത്തി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള ഈശ്വരീയ പുണ്യം കൈവരുന്നതാണ്. എന്തായാലും ഈ 10 തെറ്റുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, കമന്റ് ബോക്സിൽ കൊടുക്കാം. ഇനി അതല്ല ഒരു തെറ്റ് നിങ്ങൾ വരുത്താറില്ലെങ്കിൽ നിങ്ങൾ അതും ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാൽ അറിഞ്ഞുകൂടാത്ത വിശ്വാസി സമൂഹത്തിലെ ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അവർക്കും കൂടി പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. നിലവിളക്ക് തെളിയിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ആദ്യം പറയുന്ന കാര്യം വിളക്ക് വെറും നിലത്ത് വയ്ക്കരുത് എന്നുള്ളതാണ്. ചിലരെ കണ്ടിട്ടില്ലേ, വിളക്ക് കൊണ്ടുവന്ന് വെറും നിലത്ത് വെച്ച് തെളിയിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആചാരപരമായിട്ട് അത് പാടില്ല എന്നുള്ളത്. നമുക്കൊരു തട്ടം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പലക വെച്ചിട്ടോ ഒന്നുമില്ലെങ്കിൽ ഒരു വാഴയില കിഴക്കോട്ട് തുമ്പിട്ടിട്ടോ നമുക്ക് വിളക്ക് വെക്കാം. വെറും നിലത്ത് വെക്കരുത്. പൂജാകാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അക്ഷതം, കുറുമ്പുല്ല് ഇവയിട്ടൊക്കെയാണ് വിളക്ക് വെക്കുന്നത്. അത് നമ്മൾ വിളക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ ഒരു കൂർമ്മ സങ്കല്പമുണ്ട്. ഒരു ആമയുടെ പുറത്ത് നമ്മൾ വിളക്ക് വയ്ക്കുന്നു എന്നുള്ള സങ്കല്പമാണ്. എന്നിട്ട് വിളക്ക് നമ്മൾ കെടുത്തുമ്പോൾ ഒന്ന് അനക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ആ ആമയ്ക്ക് നമ്മൾ മൂവ്മെന്റ് കൊടുക്കുകയാണ്. അത് വിളക്ക് നമ്മൾ അണച്ചിട്ടുണ്ടെന്നുള്ള ഒരു സ്വരൂപം അവിടെ കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ വീടുകളിൽ സാധാരണ തെളിക്കുമ്പം വിളക്ക് അണച്ചിട്ട് ഇങ്ങനെ അനക്കി വെക്കാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പൂജാഘട്ടങ്ങളിൽ, അതായത് ആവാഹന പൂജകൾ ഉള്ളപ്പോഴാണ് പൊതുവിൽ ഇങ്ങനെ വിളക്ക് അനക്കി വെക്കാറുള്ളത്. വീട്ടിലത് നിർബന്ധമായിട്ടുള്ള കാര്യവുമല്ല. രണ്ടാമത്തെ കാര്യം, അഴുക്കുള്ള സ്ഥലത്ത് വിളക്ക് വെക്കരുത് എന്നുള്ളതാണ്. അതായത് ചിലര് പൂജാമുറിയിൽ ഒരു വിളക്ക് തെളിയിച്ചിട്ട് ഒരു വിളക്ക് ദീപം 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 എന്ന് പറഞ്ഞ് ഒരു വിളക്കെടുത്ത് ദീപം 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 എന്ന് പറഞ്ഞ് ഉമ്മറത്ത് കൊണ്ടുവയ്ക്കുന്ന ഒരു ശീലമുണ്ട്. സാമ്പ്രദായികമായിട്ട് നമ്മുടെ മുൻകാലങ്ങളിൽ മുതലേ നമ്മൾ അനുവർത്തിച്ചുകൊണ്ടിരുന്ന ശീലമാണ്. പക്ഷേ ഈ മുൻവശത്ത് തളിച്ച് വൃത്തിയാക്കാതെ ചിലര് സീരിയലോ മറ്റൊക്കെ കണ്ടിട്ട് കുട്ടികളാണ് കൊണ്ടുവന്ന് അതെങ്കിലും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അങ്ങ് വയ്ക്കുക. അപ്പോൾ അവിടെ അശുദ്ധമായിരിക്കും, ചിലപ്പോൾ തൂത്ത് തുടച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കുക. ഇനി നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, ഒരു പലക അടിച്ചിട്ട് അതിൽ വെക്കുക, ഒരു പൂജാറം വയ്ക്കുക, എങ്ങനെയാവാം. പക്ഷെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ വിളക്ക് വയ്ക്കാൻ. വിളക്ക് വയ്ക്കുന്ന ഭാഗം എപ്പോഴും ശുദ്ധമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, പുല വാലായ്മകൾ ഉള്ളപ്പോൾ വിളക്ക് തെളിയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വീട്ടിലെ പുലയോ വാലായ്മയോ ഉള്ളപ്പോൾ നമ്മൾ സാധാരണ ഹൈന്ദവ ആചാര ചടങ്ങുകളിൽ ഒന്നും ചെയ്യാറില്ല, ക്ഷേത്രത്തിൽ പോകാറില്ല, വിളക്ക് തെളിയിക്കാറില്ല. എന്നാൽ പുല വാലായ്മകളിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. ചിലപ്പോൾ ഭാര്യ പറയാണ് ഭർത്താവിന് പുലയുണ്ട്, എനിക്ക് പുലയില്ല. ഭർത്താവ് പറയാണ് ഭാര്യയ്ക്ക് പുലയുണ്ട്, എനിക്ക് പുലയില്ല. ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യമാണ്. ഭാര്യാഭർത്തൃ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് എന്നുള്ള സങ്കല്പമാണ്, രണ്ട് എന്നുള്ള സങ്കല്പമല്ല, ഒറ്റ സങ്കല്പമാണ്. അർദ്ധനാരീശ്വര സങ്കല്പമാണ് അവിടെ വരുന്നത്. രണ്ടുപേരും പങ്കുകൊള്ളുന്നത് തുല്യമാണ്. ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഭർത്താവിനുണ്ട്, ഭർത്താവിന് ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഭാര്യയ്ക്കുണ്ട്. അപ്പൊ ഭാര്യയ്ക്ക് മാത്രമായിട്ടൊരു പുലയും വരുന്നില്ല, ഭർത്താവിന് മാത്രമായിട്ടൊരു പുലയും വരുന്നില്ല. പുല എന്ന് പറയുന്ന സങ്കല്പം യാഥാർത്ഥ്യമാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ബാധകമാണ്. അല്ലെങ്കിൽ തന്നെ ഭാര്യയ്ക്ക് പുലയുണ്ട്, ഭർത്താവിന് പുലയില്ല എന്ന് പറയുമ്പോൾ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന
ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുകയായിരിക്കും ഭർത്താവ്. അതോടുകൂടി അദ്ദേഹത്തിന് പുല വരും. എന്നിട്ട് ഇനി ഭർത്താവിന് പുലയുണ്ട്, ഭാര്യയ്ക്ക് പുലയില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ അവർ പരസ്പരം തൊട്ടും തൊടിയിലും എല്ലാം നടത്തി മുന്നോട്ട് പോകുന്നവരായിരിക്കും. അങ്ങനെ പുലവാലായ്മകൾ ബാധകമാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ കാണരുത്. ഒരാൾക്ക് പുലയുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അത് ബാധകമാണ്. അതുകൊണ്ട് ആ ടൈമിൽ വിളക്ക് തെളിയിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നാലാമത്തെ കാര്യം, വിളക്ക് നിത്യവും കഴുകണം എന്നുള്ളതാണ്. പലപ്പോഴും പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, വിളക്ക് നിത്യവും കഴുകാൻ പാടില്ല, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കഴുകാൻ പാടില്ല, ചൊവ്വ കഴുകാൻ പാടില്ല, വെള്ളി കഴുകാൻ പാടില്ല, ഇങ്ങനെ വേർതിരിച്ചൊക്കെ പലരും പറയാറുണ്ട്. ആരൊക്കെയോ പണ്ട് പറഞ്ഞു കൊടുത്ത ഒരു രീതിയാണ് ചൊവ്വയും വെള്ളിയും വിളക്ക് കഴുകേണ്ടത്. അന്ന് വിളക്ക് കഴുകാൻ മടിച്ചിട്ടോ മറ്റൊക്കെ ആരൊക്കെയോ പറഞ്ഞൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ വിളക്ക് എപ്പോഴും തന്നെ അത് ക്ലീനാക്കി നമ്മൾ വിളക്ക് തെളിയിക്കാൻ നോക്കണം. അല്ലാതെ ഇന്ന ദിവസങ്ങൾ കഴുകിക്കൂടാ എന്നൊന്നും ഇല്ല. എങ്കിൽ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ മതിയല്ലോ, ഏറ്റവും വലിയ ആചരണങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലാണല്ലോ. അവിടെ നിത്യവും വിളക്ക് കഴുകി തന്നെയാണ് അവിടെ തൂക്കാറുള്ളത്. അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് എല്ലാ ക്ഷേത്രങ്ങളിലും. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോലെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീടുകളിൽ വെക്കുന്ന വിളക്ക് കഴുകാതെ വെക്കുക എന്നൊക്കെ പറയുന്ന അമംഗളകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് പാടില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം, ചോർച്ചയുള്ള നിലവിളക്ക് ഒഴിവാക്കണം എന്നുള്ളതാണ്. അത് മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്. ചോർച്ചയുള്ള നിലവിളക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അത് ധനച്ചോർച്ച കൂടുതലായിട്ട് ഉണ്ടാക്കും. അതുകൊണ്ട് ചോർച്ചയുള്ള നിലവിളക്കുകൾ മാറ്റി വെക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ചിലർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്, ചോർച്ചയുള്ള നിലവിളക്ക് പോലെ തന്നെയാണ് എണ്ണ കിനിഞ്ഞു വീഴുന്ന നിലവിളക്കുകൾ ഉപയോഗിക്കരുത് എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ ഒരു പിടിപ്പുകേട് കൊണ്ടാണ് ഈ നിലവിളക്കിൽ മിക്കവാറുമില്ല എണ്ണ ഇങ്ങനെ കിനിഞ്ഞ് താഴത്തെ തട്ടിൽ വന്നെന്ന് അറിയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? നിലവിളക്കിൽ അമിതമായിട്ട് എണ്ണ ഒഴിച്ചു വെക്കും. അപ്പൊ തിരിയിടുമ്പോൾ തിരിയിലൂടെ അത് ഊർന്ന് താഴേക്ക് പോകുന്നതാണ് പതിവ്. അങ്ങനെയുള്ള വിളക്കുകളിൽ ഒരു പകുതി എണ്ണ മാത്രം ഒഴിക്കുക, ചെറിയ കനം കുറഞ്ഞ തിരിയിടാനും ശ്രമിക്കുക. എങ്കിലേ ഈ എണ്ണ ചോർച്ച നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ആറാമത്തെ കാര്യം, പഴയ തിരി, എണ്ണ ഇവ ഒഴിവാക്കണമെന്നുള്ളതാണ്. ചില വീടുകളിൽ കണ്ടുവരുന്നതാണ്, വിളക്കവർ കഴുകുകയില്ല, പഴയ തിരിയും എണ്ണയും ഉപയോഗിക്കും. അതായത് തലേ ദിവസം ഉപയോഗിച്ച എണ്ണ ഏതെങ്കിലും പാത്രത്തിലോട്ട് പകർന്നു വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ അത് ഒഴിക്കും, ആ തിരികെ എടുത്ത് ഉപയോഗിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചാലും മതി, കുറച്ച് നേരം തെളിയിച്ചാലും മതി, ആ പഴയ എണ്ണയും തിരിയും ഉപയോഗിക്കരുത്. പിറ്റേ ദിവസം നമുക്ക് നെരിപ്പോട് പുറത്ത് തെളിയിക്കാനൊക്കെ വേണമെങ്കിൽ എണ്ണയും തിരി ഉപയോഗിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ അടുപ്പത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എണ്ണയും തിരി ഉപയോഗിക്കാം. പക്ഷെ അത് തിരിച്ചിട്ടിട്ട് വീണ്ടും വിളക്ക് തെളിയിക്കരുത്. അത് പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ചില ഷോപ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ രാവിലെ ഇവർ വന്ന എണ്ണ ഒരല്പം എടുത്തൊഴിക്കുന്നു, വിളക്ക് തെളിയിക്കുന്നു, എന്നിട്ട് തൊഴുന്നു, ചിലപ്പോൾ തൊഴാതിരിക്കുന്നു. ഷോപ്പുകളിലൊക്കെ ഒരിക്കലും ആ വിളക്കൊക്കെ അങ്ങോട്ട് മാറ്റി അതൊന്ന് കഴുകി വൃത്തിയാക്കുന്ന പോലും പലരും കണ്ടിട്ടില്ല. എന്നാൽ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് കടകളിലെ ആൾക്കാരൊക്കെ രാത്രിയാകുമ്പോൾ വിളക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴുകി പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവന്ന് തെളിയിക്കുന്നതായിട്ട് കാണാം. വീടുകളിൽ ഇതേ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടുന്ന ഒന്നാണ് ഈ വിളക്ക് തിരിയും ഒക്കെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. ഏഴാമത്തെ കാര്യം, പ്രാണികൾ എണ്ണയിൽ വീണാൽ ദീപം അണയ്ക്കണമെന്നാണ് വിധി. നമ്മൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാണി വന്ന് എണ്ണയിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കണം, ആ പ്രാണി മരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റണം. ഇല്ലെങ്കിലും പ്രാണിയെ നമുക്കൊരു ഈർക്കിലിയോ മറ്റോ വെച്ച് അങ്ങ് മാറ്റിവിടാം. ജീവനോടെ ഉണ്ടെങ്കിൽ മാറ്റിവിടാം. പ്രാണി അതിൽ കിടന്ന് വലിയ ചെറിയ വണ്ടുകളും ചെറിയ ശലഭങ്ങളും ഒക്കെ രാത്രി സമയത്തൊക്കെ വന്ന് വീഴാം. അങ്ങനെ വീഴുകയാണെങ്കിൽ അതിനെ ആ എണ്ണയും തിരിയും മാറ്റി വീണ്ടും തിരികെ എണ്ണ ഒഴിച്ച് വിളക്കൊന്ന് തുടച്ചിട്ട് നമുക്ക് തിരികെ എണ്ണ ഉപയോഗിച്ച് പുതുതായിട്ട് തെളിയിക്കാവുന്നതാണ്. ആ എണ്ണയിൽ കിടന്ന ആ പ്രാണി ഇങ്ങനെ ചൂടായി വെന്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമ്മൾ തൊഴുതുകൊണ്ടിരിക്കുന്നത് ഒട്ടും ശുഭകരമല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എട്ടാമത്തെ കാര്യം, വിളക്ക് തെളിയിക്കുമ്പോൾ പ്രാർത്ഥിച്ച് തെളിയിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും വിളക്ക് തെളിയിക്കാൻ പോകുന്ന പലരെയും കാണുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കുട്ടികളുടെ അടുത്തൊക്കെ വഴക്ക് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്, വീട്ടിലുള്ള മറ്റൊരാളുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടുപോയി ചെന്ന് വിളക്ക് തെളിയിക്കുന്നതാണ്, ചിലപ്പോൾ ടി വിയൊക്കെ ഉച്ചത്തിലിട്ടിട്ട് അതിലെ ടി വിയിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇന്ന് വിളക്ക് തെളിയിക്കുന്നതാണ്. ഒരിക്കലും പാടില്ല. വിളക്ക് തെളിയിക്കുന്ന പ്രാർത്ഥനയോടുകൂടിയാണ്, ദീപമന്ത്രങ്ങൾ ജപിച്ച് തന്നെ തെളിയിക്കണം എന്നുള്ളതാണ് വിധി. അത് ശരിക്കും പറഞ്ഞാൽ ആ ചൈതന്യം നമുക്ക് ആ ദീപനാളത്തിലേക്ക് തെളിയണമെങ്കിൽ, ഐശ്വര്യലക്ഷ്മി വന്നു കൂടണമെങ്കിൽ നമ്മുടെ മനസ്സിലെ ഭക്തി വേണം. ചിലയിടത്ത് അത് കിട്ടാറില്ല. അങ്ങനെ ഭക്തിരഹിതമായിട്ട് വിളക്ക് തെളിയിക്കുന്നത് ആ ആചാരത്തിലെ ലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഭക്തിയോട് കൂടി തന്നെ തെളിയിക്കുക. ഒമ്പതാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, ശരിയായ സ്ഥാനത്ത് വിളക്ക് വെക്കില്ല എന്നുള്ളതാണ്. അതായത് ചില വ്യക്തികളെ കാണാം, ഒരു ദിവസം ഒരിടത്ത് വിളക്ക് വയ്ക്കും, മറ്റു ദിവസം മറ്റൊരിടത്ത് വിളക്ക് വയ്ക്കും, ഇങ്ങനെ മാറ്റിയും തിരിച്ചും വിളക്ക് വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന കാണാം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു നിലവിളക്ക് തെളിയിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ തന്നെ തുടർച്ചയായിട്ട് വിളക്ക് തെളിക്കും. ചിലപ്പം വയ്ക്കുന്ന ആ ചുവട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും, അതിൽ കുഴപ്പമില്ല. പക്ഷെ സ്ഥാനങ്ങൾ ഇങ്ങനെ മാറി 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 വയ്ക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്.
10ാമത്തെ കാര്യം കരിന്തിരി എരിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് വിളക്ക് എണ്ണ വറ്റിയിട്ട് തിരി എരിഞ്ഞു പോകാതിരിക്കുക എന്നുള്ളതാണ് കരിന്തിരി എരിയുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പല ഭാഗങ്ങളിൽ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ തിരി കെടുത്താറില്ല, അത് എരിഞ്ഞു പോകട്ടെ എന്നുള്ളൊരു സങ്കല്പം അവർക്കുണ്ട്. പക്ഷെ കേരളീയമായ രീതിയിൽ നമ്മൾ കരിന്തിരി എരിയിക്കാറില്ല. വിളക്ക് എണ്ണ അങ്ങ് വറ്റാറാകുമ്പോൾ വിളക്ക് കെടുത്തണം. ചിലർ ചോദിക്കുക എത്ര നേരം നമ്മൾ വിളക്ക് തെളിയിക്കണം എന്നുള്ളത്. അങ്ങനെ നേരം എന്നുള്ളത് ഒന്നുമില്ല. ചിലപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത്രയും നേരം ഉപയോഗിക്കേണ്ടി വരും. സാമാന്യമായിട്ട് ജപിച്ചിട്ട് പോകുന്ന ഒരാൾക്കാണെങ്കിൽ കുറച്ച് നേരം മതി. എന്തായാലും ഒരു 24 മിനിറ്റ് എങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് വിളക്ക് തെളിയിച്ചു വെച്ചിരിക്കുന്നത് വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും അറിവുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ ചോദിക്കണം. മാത്രമല്ല ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും ഗൂഗിൾ റെക്കമെൻഡേഷനായിട്ട് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകളുടെ വിവരം അറിയിച്ചു തരുള്ളൂ. എങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.